ഞങ്ങൾ കഴിഞ്ഞാ ആ അതാ അതാ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ ആള് കുപ്പായുടെ പോയി ഇനി മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ച് വരണ്ട കേട്ടാ. ഇയാൾക്ക് പിന്നെ കണ്ട് തുടങ്ങി കഴിക്കുക. കണ്ട ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കത്ര വയസ്സനാന്ന്. അപ്പോൾ കണ്ട ഊഫ്. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കണം പറഞ്ഞു പൊരിച്ച ബിരിയാണി അല്ലേ. അപ്പം ഇതിൽ എന്തൊക്കെയാ ഞങ്ങൾ മസാല ഇട്ട്? അത് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ്. ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ബേസിക് മസാല ഇട്ടിട്ട് ഇത് 80% വെന്തിട്ടുള്ളൂ. അതോ ഫുള്ള് വെന്താ? ഫുള്ള് വേവിച്ച ചിക്കൻ. അപ്പോൾ ബിരിയാണിൻ്റെ മെയിൻ ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ് ഈ മല്ലി പുതിന. ഇതൊരു പിടി മൊത്തം അരിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ 4 പച്ചമുളക് നമ്മൾ എന്ത് ചെയ്ത് മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് ഒരു ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇത്ര വലിപ്പമുള്ള ഒരു ഇഞ്ചിയും കൂടി അരച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇതാട്ടോ മെയിൻ സാധനം. പിന്നെ എത്ര ഉള്ളിയാന്ന് പറഞ്ഞാൽ 5 ഉള്ളി, 4 ചെറിയ ഇത് എത്ര വലിപ്പമുള്ള ചെറിയ ഉള്ളി അരിയുന്നുണ്ട് ഇവിടെ. നമ്മൾ തക്കാളി എടുക്കുകയാണെങ്കിൽ 4 തക്കാളി എടുക്കും. പൊരിച്ച് വെച്ച് ഓൾറെഡി ചിക്കൻ. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് പോകാം. നമ്മുടെ മെയിൻ സാധനമാണ് ഈ കാണുന്ന ഗരം മസാല കേട്ടോ. ഇത് ഉമ്മ പൊടിച്ചാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കി പൊടിക്കുന്നതാണ്. ഇതിന് ഭയങ്കര ഫ്ലേവറായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഫ്ലേവറും മണം ഒന്നും ഇല്ല ഇതിന്. ഇല്ലമ്മ ഇതിലെന്തൊക്കെയാ ഈ സാധനം? ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, ചെറിയ ജീരകം, വലിയ ജീരകം, 2 മണി കുരുമുളക്. ഇതൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് വറുക്കും അല്ലേ? വറുത്തിട്ട് പൊടിക്കും. പൊടിക്കുക പറഞ്ഞാൽ ഒരു ഓവർ പൊടിയല്ല, ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതാക്കും. ഭയങ്കര ഫ്ലേവറാട്ടോ, ഭയങ്കര മണമാണ് ഈ സാധനം. ഇതാണ് ഇതിൻ്റെ ഒരു മസാലയിൽ ഏറ്റവും അടിപൊളി സാധനം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിക്കോ. അതെല്ലാം കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചാൽ മതി. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തുതരാം. അപ്പോൾ ഈ സാധനമാണ് ഇതിൻ്റെ മെയിൻ. അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിക്കണത് നിങ്ങൾ ആ സാധനം ഇട്ടാലും മതി. ഇത് കുരുമുളക് പൊടിയാ? അല്ല, കുരുമുളക് പൊടി അതാ അവിടെ ആ ഇരിക്കണ കുപ്പിയിൽ. ഇതില്ലേ? ഇതിൻ്റെ ഉപ്പില്ലേ? ഇപ്പൊ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ കുരുമുളക് പൊടി. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് പൊടിച്ചു വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചു വെക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഒത്തൻറ്റിക് ആയിരിക്കും. പിന്നെ നമ്മൾ തക്കാളി ഇതാ 4 എണ്ണമല്ലേ പറഞ്ഞങ്ങൾ? 4 ചെറിയ തക്കാളി. ഇതേ കണ്ടോ, 4 ചെറിയ തക്കാളി. അതുപോലെ തന്നെ ഈ ഉള്ളിയിലോട്ട്. അപ്പോൾ മസാലക്ക് ഇനി കൂടുതൽ ആവശ്യമില്ലല്ലോ, കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ മസാല, സിമ്പിൾ റെസിപ്പി, പക്ഷെ കിടിലം ബിരിയാണി കാരം. അപ്പോൾ നമ്മൾ ചോറുണ്ടാക്കുന്നത് അടുപ്പത്താണ്. ഇതുപോലെ വെള്ളം തിളപ്പിക്കുക, അതിലോട്ട് അരി ഇടുക. ഒരു 80% വേവായി കഴിഞ്ഞാൽ കോരി എടുക്കുക. ഇനി പകരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ അടുപ്പില്ലാത്തവർക്ക്? ഒരു ഓപ്ഷൻ എന്താ? ഗ്യാസുമ്മേ ചിലർ കുക്കറിൽ നെയ്ച്ചോറാക്കും. ചിലർ കുക്കറിൽ നെയ്ച്ചോറുണ്ടാക്കും. അതെങ്ങനെ ഉണ്ടാക്കൂ? അത് കുക്കറിൽ വിസിലടിപ്പിക്കുക, അരിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ട്. 1 കപ്പ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളം, 1.25 കപ്പ് വെള്ളം എടുത്തിട്ട് കുക്കറിൽ നേരെ നെയ്ച്ചോറ് പോലെ വിസിലടിപ്പിക്കാം. അതായത് കുക്കറിൽ 1.25 കപ്പ് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെള്ളം വെച്ച് ഗ്യാസുമ്മ തിളപ്പിക്കണം. പക്ഷെ അതിനേക്കാളും എളുപ്പം ആവുക കുക്കറിൽ നെയ്ച്ചോറ് പോലെ ആക്കുമ്പോഴാണ്. അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ കേട്ടെ. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം വറ്റിക്കുക, എന്നിട്ട് കുക്കറിലിട്ട് വറ്റിക്കുക, വിസിലടിപ്പിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം ഒഴിക്കുക. 1 + 45, അതായത് 1.25 പറയുമ്പോൾ എത്ര? 1 + 75. ഓക്കെ. 1.25 കപ്പ് വെള്ളത്തിന് 1 കപ്പ് അരി. അപ്പോൾ നിങ്ങൾ 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1.25 × 2 എത്രയാണ് വരിക അത്ര വെള്ളം പ്ലസ് 2 കപ്പ് അരി. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കുക്കറിൽ 1 വിസിലടിപ്പിക്കുക. ഒറ്റ വിസിൽ മൂടി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നെയ്ച്ചോറായിട്ടുണ്ടാവും. എപ്പോൾ വിസിൽ പോകുന്നോ അപ്പോൾ ഊരിയെടുക്കുക. ഓക്കെ. അപ്പോൾ ഈ സാധനം നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച് വെച്ച് വെളിച്ചെണ്ണ ഇട്ടാൽ ഇതിലോട്ട് തന്നെയാണ് നമ്മളുടെ ഉള്ളി വാട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നാണ് ഉമ്മാൻ്റെ വാദം. ഇത് വറുത്തെടുക്കാനാ? അല്ലല്ല, ഒന്ന് വാട്ടിയെടുക്കുക അല്ലേ? ഓക്കെ. ഇട്ട് നമ്മളെ എണ്ണയിലോട്ട് ഉപ്പ് ഇട്ട് വേഗം വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് എന്ന് പറഞ്ഞത്. നമ്മളൊന്ന് വാട്ടിയെടുക്കണുള്ളൂ കേട്ടോ ഉള്ളി അല്ലേ? നല്ല വഴറ്റണം. നല്ല ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി. അപ്പോൾ അതിന് നമ്മൾ ആ എണ്ണയൊക്കെ തന്നെ ഒഴിച്ച് നേരെ ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നു. ഇതും കൂടെ ഒന്ന് ഉള്ളി വഴറ്റുന്ന കാണിച്ചെടുത്തേ. അവിടെ ഇടാം, അവിടെ ഉണ്ടാവും.
നമ്മൾ ആ എണ്ണയിലോട്ട് ഇതേ ഉള്ളി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ മൂടി വെക്കാൻ പോവാണ്. വേഗം വാടാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കുക, വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളം തിളക്കുമ്പോത്തിന്. എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യുക? ഇതെന്താ? ഏലക്കായ്. എത്ര രൂപ? ഒരു 4 4 ഏലക്കായ് ഇട്ട് കൊടുത്ത് വെള്ളത്തിലോട്ട്. നമുക്ക് 4 ആൾക്ക് 1 കിലോ മതി റൈസ്, 1 കിലോ ചിക്കനും. 4 ആൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ വെള്ളത്തിലോട്ട് നേരെ ഉപ്പിട്ട് കൊടുത്ത് ഏലക്കായ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചോട്ടെ. തിളക്കുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിലോട്ട് വേറെ 1-2 ഐറ്റംസും കൂടി ഇടാണ്ട് കേട്ടോ. വയനാട്ടിൽ നിന്ന് ആരും ഒന്നാണ് നമ്മൾ വാങ്ങിയത് വയനാട്ടിൽ ഞാനെത്തി പോയപ്പോൾ. ഓക്കെ, ഗാന്ധി ഗ്രാമത്തിൽ. അതിലൊന്ന് കാണിക്കുക എന്താണെന്നുള്ളത്. ഇതേ ഒരു പട്ട അതിലോട്ട് ഇതാ ഫുള്ള് പൊട്ടിച്ചിട്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു 3-4 കാണിക്ക്. ഒരു 4 ക്ലോസ് എന്നല്ലേ ഇതിന് പറയാം? ഗ്രാമ്പൂ. പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി കുറച്ച് കഴിഞ്ഞാൽ അരി ഇടും. നോർമൽ ഓയിൽ അല്ലേ? സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അരി ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരി ഒന്നിങ്ങനെ വേറിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ നോർമൽ ടിപ്പിക്കൽ ബിരിയാണി രീതിയാണ്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി കൂടെ ഉണ്ടാവും. അതിന് എമ്മാൻ്റെ പുകയില്ലാത്ത അടുപ്പിൽ ഇഷ്ടംപോലെ പുക ഉണ്ട് കേട്ടോ. അത് ആലുവ എന്തടുപ്പാണ്? ആലുവ പുകയില്ലാത്ത അടുപ്പ്. നമ്മൾ വീട് കുടിയിരിക്കുമ്പോൾ ഉണ്ടാക്കിയ അടുപ്പാണ്. പുകയില്ലാത്ത അടുപ്പ് എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ പുക വരുന്നത് അടുപ്പിൻ്റെ പ്രശ്നമല്ല, അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന കുറ്റിയുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെയാണ് ഈ പ്രശ്നം. അപ്പോൾ നല്ല പുക ഉണ്ട്, നല്ല കിടില പുകയാണ്. അപ്പോൾ നമ്മൾ വേണ്ട ഉള്ളി ഇടയ്ക്കൊന്ന് തുറക്കുക, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ എണ്ണയിലിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട്, അടി പൊട്ടി പിടിക്കാണ്ടിരിക്കാൻ, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? മൂടി വെച്ച് കൊടുക്കുക. ഈ കുഞ്ഞു ഡബ്ബയൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് അപ്പോൾ ആവശ്യത്തിന് ചെറിയ ഡബ്ബയിൽ നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യത്തിന് ആക്കി വെക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ വലിയ ഡബ്ബ കാണിക്കല്ലേ? അല്ലേന്ന് ചിരിക്കാണ്ട് അറിയിക്കട്ടെ. വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ വലിയ ഡബ്ബയിൽ നെയ്യ് കാണിക്കുക. എന്നിട്ട് നമ്മൾ പറയാം അതാ നമ്മൾ നെയ്യ് ഇത് അങ്ങനെ ഒഴിക്കുന്നത് കാണിക്കുക. എന്നിട്ട് വീഡിയോ എടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെയ്യിന്റെ ഡബ്ബയിൽ നിന്ന് എടുത്തിട്ട് കുഞ്ഞു ഡബ്ബയിൽ ആക്കിയിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് വലിയ ഡബ്ബ എന്ത് ചെയ്യുക? ഉള്ളിൽ കൊണ്ടുവെക്കുക. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കണം എന്നാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മ പറയും നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ബിരിയാണി ഉണ്ടാക്കാൻ കൈമ അരി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏത് അരിയായിട്ട് ഉണ്ടാക്കിയാലും ഉമ്മ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. കൈമയെന്ന് എഴുതിയിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ട് എന്ന് ഉമ്മ പറഞ്ഞില്ല. പക്ഷെ എനിക്കും അറിയില്ല കേട്ടോ അങ്ങനെ കൈമക്ക് വല്ല മാറ്റം ഉണ്ടോ ഇതുണ്ടോ എന്നുള്ളത്. പക്ഷെ ഉമ്മ മേടിക്കുന്നതാ ഇതുപോലത്തെ. ഇതിന്റെ ഈ അരിക്ക് പേരൊന്നും ഇല്ല ഒന്നല്ലേ? ഉണ്ടാവും, നമുക്കറിയായാണ്. കൈമൊന്നല്ല. ഇത് എത്ര രൂപ ഉണ്ടാവും 1 കിലോന്? 70. ഇത് 1 കിലോ 70 ഉറുപ്പ്യ വിലയുള്ള അരിയാണ് ഈ അരി. അപ്പോൾ ഈ അരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് എത്ര? 1 കപ്പ് ഉണ്ടാവും ഇത്? അത് 2 കപ്പാ? 2 കപ്പ് അരി. ഞങ്ങൾ അരി എത്ര ഏത് കപ്പിലാണ് അളക്കുന്നത്, എത്ര കപ്പ് വെള്ളം എടുക്കുന്നത് കാണിച്ചത്. അപ്പോൾ ഈ അരിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ അരി യൂസ് ചെയ്താലും ഏത് അരി യൂസ് ചെയ്താലും വിത്ത് ലവ് ഉണ്ടാക്കി എല്ലാം സൂപ്പറാണ്. ഈ 2 കുപ്പിയിൽ നെയ്യുണ്ടോ? ഇതിൽ 2 നെയ്യുണ്ടോ? അത്യാവശ്യം ഉണ്ടോ? ഫുള്ളുണ്ട്. പൊട്ടിക്കാത്തടോ ഇങ്ങനെ. ഓക്കെ, നുണ പറഞ്ഞില്ല, സത്യം തന്നെ പറഞ്ഞു. ഇതില് പകുതിയുണ്ട്. അതില് പകുതിയുണ്ട്. അപ്പൊ ചൂടാക്കാൻ വെച്ചിട്ടോ നിർബന്ധമില്ല പോരെ. പക്ഷെ വേറെ പുകയില്ലാത്ത അടുപ്പ് സൂപ്പറായിട്ട് എന്തായാലും. ഉമ്മ ഈ സാധനം ഒഴിവാക്കണം കേട്ടോ പറഞ്ഞു, ഈ പുകയില്ലാത്ത അടുപ്പ്. വീഡിയോ എടുത്ത് ബിരിയാണി ഇനിയിപ്പോൾ നന്നായില്ല, ടൈമിംഗ് ഒക്കെ മാറിപ്പോയിക്കണമെന്നുണ്ടെങ്കിലും എന്നും തിന്നണ ബിരിയാണി നമുക്കറിയാമല്ലോ, നമ്മൾ അടിപൊളിയാണെന്നാണ് പറയും അല്ലേ? ബിരിയാണി നല്ല ബിരിയാണി, അത് എല്ലാവരന്മാരെ ബിരിയാണി സൂപ്പറായിക്കാരം. എൻ്റെ അമ്മ ഉണ്ടാക്കണ ഏത് രീതിയിലാണെന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞോളി, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളി. സൂപ്പറാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ഉള്ളി നീക്കിയിട്ടേ ഇതിൽ ആദ്യം പൊടികളാണ് ഇടേണ്ടത്. ഓക്കെ, തക്കാളി ഇടുന്നതിൻ്റെ മുന്നേ അല്ലേ? കുരുമുളക് പൊടി ആ എണ്ണയ്ക്ക് അല്ലേ? കുരുമുളക് പൊടി പിന്നെ ഇതൊക്കെ ഒരു കൈക്കണക്കാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം അല്ലേ? പക്ഷെ ഗരം മസാല മാത്രം ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒരുപാട് വാരി ഇടണ്ട അല്ലേ? ഗരം മസാല ആ എണ്ണയ്ക്ക് തന്നെ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാ. മഞ്ഞളാ? ഇവിടെയൊക്കെ ലേശം ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ഇട്ട്. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക.
ലാസ്റ്റ് തക്കാളി ഇടും. ആ ചിലവർ ആദ്യം ഇടും തക്കാളി. എന്നിട്ടാണ് ഈ പൊടികളൊക്കെ ഇടുക. ആ അമ്മേൻ്റെ നേരെ തിരിച്ചാണ് കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് ആ ഹോളിലുള്ള എണ്ണയിലോട്ട് വെളിച്ചെണ്ണ അല്ലേ ഇതിൽ മൊത്തം? ഇത് വെളിച്ചെണ്ണ അല്ലേ? ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ മാത്രം വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അത് സെൻറ്ററാക്കിയിട്ട് അതിലോട്ട് ഈ കാണുന്ന പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കും ഒരു 10-20 സെക്കൻഡ്. ആ ഇത് 750 ഗ്രാമുള്ളൂ. അത്ര മൈമുളിമാരൊന്നും ഇപ്രാവശ്യം കിട്ടിയുള്ളൂ അല്ലേ? നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം മൈമുളി. പിന്നെ ജസീലതാ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിലോട്ട് നേരെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? പച്ചമുളക് ഇതൊക്കെ കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാ? ഏറോ എന്ന് പേടിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. സൂപ്പർ. ഇപ്പോൾ ഒരു നല്ല മണമുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്നിട്ട് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക അല്ലേ? എന്നിട്ട് പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുമോ? ഇനി പൊടികളൊന്നുമില്ല, പൊടികൾ ഇത്രേ ഉള്ളൂ, മുളക് പൊടിയൊന്നുമില്ല. ഓക്കെ, തക്കാളി ഇടാം. അപ്പോൾ അതാ നമ്മളിതാ നേരെ ഇനി തക്കാളി അതിലോട്ട് നേരെ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഉമ്മാൻ്റെ രീതി ഇതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്രേ ഉള്ളൂ മസാല. ഞാൻ ഇതിക്ക് ചിക്കൻ പൊരിച്ചതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ദമ്മിടുക അല്ലേ? പിന്നെ നമ്മൾ പാത്രമൊക്കെ മാറ്റും. അപ്പോൾ നമ്മളിതാ തക്കാളി ഒന്നിങ്ങനെ വാട്ടിയെടുക്കുക. അപ്പോൾ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. അത് ഉമ്മാനെ വെച്ചിട്ട് തന്നെ ബിരിയാണി വീഡിയോ ഉണ്ടാക്കാൻ വിചാരിച്ചത്. എന്തേ നിങ്ങൾ ഇനി ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുപ്പും ഇതൊക്കെ ഞാൻ മാറ്റിത്തരും, സൂപ്പറാക്കി തരും. പിന്നെ നമുക്ക് വീഡിയോ വരാനൊന്നും മടി ഉണ്ടാവില്ല. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് മടിയില്ലേ? മടിയൊന്നുമില്ല കേട്ടോ. തലയും മുടിയും കാണും, ചെറിയൊരു അല്ലേ പാത്രം കാണിക്കുന്നതും ഈ അടുപ്പിന്റെ ഈ കേട് വന്നതും മുഖം കാണിക്കണ്ട. ഇതൊക്കെയാണ് മടികൾ, അല്ലാണ്ട് വേറെ മടികളൊന്നും ഇല്ല. അപ്പോൾ ഇതാ ഈ അടുപ്പത്ത് ഇവിടെ മസാല റെഡി ആവണ്. ആ അടുപ്പത്ത് അവിടെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ചിക്കൻ ഓൾറെഡി ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ കേട്ടോ. നോക്കാം, നമുക്ക് നേരെ പോയേക്കാം. ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞു, എന്താ പറഞ്ഞത് ഉമ്മ നിങ്ങളടുത്ത് എന്താ പറഞ്ഞത് പറയും? ഇന്നെ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ആൾക്കാർ കാണുമ്പോഴേ പോലെ ഞാൻ പറയൂ, പിന്നെ വന്നിട്ട് പറയൂ ഇൻസ്റ്റഗ്രാമിലുള്ള മറ്റേ ബൊഹീമിയനല്ലേ നിങ്ങളെ ഞാൻ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ 2 തട്ടൊക്കെ തട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഉമ്മ നിങ്ങളിഞ്ഞ് ഫേമസ് ആയി നിങ്ങളെയും പറയുന്നതാണ്. അപ്പോൾ ഇവന് മറ്റേ സാധനം കുഞ്ചി ഇപ്പൊ പറയണേ എന്താ പറഞ്ഞ മോന്? നാട്ടിൽ വന്നു കഴിഞ്ഞാല് ഇന്നെ കുറിച്ച് ആൾക്കാർ പറയുന്നത് അപ്പൻ്റെ ഏട്ടനാണ് ഞാനെന്ന്. അതാണ് ഓൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. കേട്ടില്ലേ? നമ്മൾ ഫേമസ് ആണെന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയുന്നേക്കാളും കൂടുതൽ ഇത് ജഫുവിൻ്റെ മറ്റേ ജഫുവിൻ്റെ ഏട്ടനല്ലേ എന്ന്. അപ്പോൾ അത് ജഫുവാണ് ഇവിടുത്തെ ഫേമസ്, ഞാനല്ല എന്ന്. മനസ്സിലല്ലേ? ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത് വീഡിയോയിൽ വന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയുക മറ്റേ ഇൻസ്റ്റഗ്രാം മറ്റേ യൂട്യൂബിൽ വീഡിയോയിലുള്ള ജഫുവിൻ്റെ ഏട്ടന്മാർ നോക്കോ. ഏതാ? മല്ലിച്ചപ്പന്നല്ലേ? വല്ലിച്ചപ്പല്ലേ? എന്തേ ഞാൻ വേറെ എന്തെങ്കിലും ഇതല്ല തോന്നുന്നല്ലേ? മല്ലിനെ മണുണ്ടല്ലോ. അത് ആഫ്രിക്കൻ. ഇജ്ജ് പൊന്നാ ചെങ്ങ ഈ 1 കിലോ അരി ഇവിടെ ഇരുന്നിട്ട് 1/4 കിലോ തിന്നു തീർക്കും. അതൊന്നും ഇത് തിന്നാണ്. എന്താ അരി തിന്നാൻ എന്താ പ്രശ്നം? അത് പറയും. എന്താ കാര്യം എന്താണ്? പണ്ടത്തെ ഒരു കേസ് അത് പറഞ്ഞോളി. എന്താ അസുഖം വരും എന്താണെന്നൊക്കെ അറിയില്ല. അല്ലാണ്ട് മരിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിമി വരും എന്ന് പറഞ്ഞേക്കാ പണ്ട് അല്ലേ? അതല്ലേ അതായത് പറഞ്ഞൂടെ? ക്രിമി എന്ന് പറയാൻ മടിയായിട്ട് നിങ്ങൾക്ക് മനുഷ്യന്മാർക്ക് തന്നെയാണ് ഈ ക്രിമി ഇതൊക്കെ. ക്രിമി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം? വര അല്ലേ? വര പച്ച അരി എന്നരുത് കേട്ടോ, വര വരുന്ന തിന്നണ്ട അടുക്കള അങ്ങനത്തെ. നിങ്ങളെ മടിയൊക്കെ മാറുമ്പോൾ 4 വീഡിയോ ഇറങ്ങും, നിങ്ങളെ മടിയൊക്കെ മാറും. അപ്പോൾ ഇതാ അരി ഇടാൻ പോകണല്ലേ അമ്മ? വെള്ളം തിളച്ചോ? ഓക്കെ തിളച്ചു. അതിലോട്ട് അവളിതാ അരി ഇടുന്നു. അരി ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കും അല്ലേ? 80%? ഒരു 90% വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഊറ്റിയെടുക്കും. അപ്പോൾ നമ്മൾ അരി നേരെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ തീയൊന്നും കുറച്ച് കൊടുത്തില്ലല്ലോ. തള തുടങ്ങിക്കഴിഞ്ഞാൽ തീ കുറക്കും. തള തുടങ്ങിക്കഴിഞ്ഞാൽ തീ നമ്മൾ കുറച്ച് കൊടുക്കും.
അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്നവർ കുക്കറിൽ ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാം അല്ലേ? എന്താണ് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് നിൽക്കില്ല, നമുക്കിതിൻ്റെ നേരവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ് കഴിഞ്ഞാൽ കുക്കറിൽ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിപ്പിക്കുക, നിർത്തുക പരിപാടി. ഓക്കെ. അതുപോലെ ഇതിലോട്ട് എന്തൊക്കെ ഇടുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഏലക്കായ്, ഗ്രാമ്പു, പട്ട, പിന്നെ ഒട്ടി പിടിക്കാണ്ടിരിക്കുക ലേശം ഓയിൽ. ഓക്കെ. നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഒഴിക്കാം. വാട്ടവർ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ ചെയ്തോളി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി. ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പി അല്ലേ? ആ. അപ്പോൾ ഇവിടെ ഏതാ മസാലയൊക്കെ ആയി, അത് പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം മസാല. ഇതാണ് മസാല. ഇനി നമ്മൾ ദമ്മിടാൻ പോകുന്ന ഒരു പാത്രത്തിൽ, ഈ പാത്രത്തിലാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. പാത്രത്തിൻ്റെ ചൊറുക്കൊന്നും നോക്കണ്ട, നമ്മൾ വീഡിയോ ഹിറ്റ് ആവുകയെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിൻ്റെ ചൊറുക്ക് കൂട്ടുന്നതായിരിക്കും അല്ലേ? കൂട്ടൂല? ഉമ്മ അതിനാണ് കാത്തിക്കണത്. ഒന്നിത് ഹിറ്റായിട്ട് വേണം, ഞാനൊന്ന് സെറ്റപ്പായിട്ട് വേണം. ഈ ചൂടുള്ള പാത്രം എങ്ങനെ ഒരു സാധനം ഇല്ലാണ് നിങ്ങൾ പിടിക്കണത്? അതൊക്കെ ശീലമായിരുന്നു. ഉരുക്കും മനുഷ്യത്തിയാണ്. അപ്പം ഉമ്മ പറഞ്ഞു അതാ മണം കേട്ടാ. ഓ, പെണ്ണുങ്ങളൊക്കെ ഉരുക്കാണ്, ഉരുക്കിലുണ്ടാക്കിയാണെന്ന് തോന്നുന്നു പെണ്ണുങ്ങളെ. ആ, അതും കൂടി പറയണല്ലേ. ഫുഡ് ഉണ്ടാക്കണ വീട്ടിലുള്ള പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ എടാ എനിക്ക് മറ്റേ സാധനം വരും കേട്ടോ പെൺപിള്ളേരുടെ അടുത്ത് ഷോവനിസം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ, അങ്ങനെയല്ല. കേട്ടില്ലേ? ഇതുപോലെ പിടിച്ച് കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ എല്ലാ അമ്മമാരും ഉരുക്കന്നെ. അമ്മമാർ പ്രത്യേകിച്ച് ഉരുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ ഇതിലാണ് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചു, മസാല അതിലോട്ട് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ അരി തിളച്ച് ചോറ് ഒരു ഏകദേശം 90% ആയി കഴിഞ്ഞാൽ എന്താക്കും, നമ്മൾ ഈ അരി എടുത്തിട്ട് നേരെ അതിൻ്റെ മേലെ ദമ്മിടും. ദമ്മിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ദമ്മിൽ കിടത്തി വേവിപ്പിക്കും അല്ലേ? അത് പറഞ്ഞുകൂടി, ഇതൊക്കെ ഞാൻ തന്നെ ഈ പറഞ്ഞു കൊടുക്കണേ. ഇതാ ചോറ് വെന്തു, നമ്മൾ ഊറ്റാൻ പോവാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ സാധനം. ഇതിനെന്താ പറയുക, കൊട്ടക്കയിലല്ലേ? കൊട്ടക്കയിൽ നേരെ എടുക്കുന്നത്, നേരെ ഇതാ ഊറ്റുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 90% വെന്തിട്ടാ റൈസ്. അതെങ്ങനെ മനസ്സിലാക്കുക, ഒന്ന് കാണിക്കുമ്പോൾ? ഉള്ളിലരി കടിക്കൂല. അതെങ്ങനെ മനസ്സിലാവുക? അത് നമ്മൾ ഇങ്ങനെ കടിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ കടിച്ചു നോക്കുമ്പോൾ അരി കടിക്കാൻ പാടില്ല, ചോറിന്ന് വേവും ചെയ്തിരിക്കണം അങ്ങനല്ലേ? ഓക്കെ. അപ്പോൾ അത് ഫുള്ള് ഊറ്റിയിട്ട് നമ്മൾ ഇനി ദമ്മിടുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഊറ്റാൻ പോവാണ് കേട്ടോ. നമ്മൾ ദമ്മിടാൻ പോവാണ്. ആ മസാലൻ്റെ മേലേക്ക് നേരെ ആവശ്യത്തിൽ കുറച്ച് റൈസ് ഇടും. ഫുള്ളിടൂല, ലേശം റൈസ് ഇടും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കും. മല്ലിച്ചപ്പും പുതിന നമ്മൾ അരിഞ്ഞ് വെച്ച ആ മല്ലിച്ചപ്പും പുതിന എടുത്തോണ്ട് ഇട്ടാ. ഇതാ ലേശം ഈ മല്ലിയും പുതിനയാണ് ഇതിൻ്റെ മേലെ ഇടാൻ പോകുന്നത്. ഇതാ ഈ നെയ്യ മല്ലി പുതിന ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഞാൻ ഗരം മസാല എടുത്തു. മല്ലി പുതിന ആൻഡ് ഗരം മസാല, ഇതാണ് ബിരിയാണിയുടെ ആ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കിടിലൻ സാധനം കേട്ടോ. ഞാൻ എപ്പോഴും പിന്നെയും എടുത്ത് പറയുന്നത് മല്ലി പുതിന പച്ചമുളക് ഗരം മസാല, ഈ സാധനമാണ് ബിരിയാണിക്ക് ഒരു റോ ഫ്ലേവർ കൊടുക്കുക. ആവശ്യത്തിന് ഇട്ടുള്ളൂ കേട്ടോ, ഒരുപാട് ഇട്ടൊന്നുമില്ല. നമ്മളാ നെയ്യ് ഒഴിക്കുന്നത്. ആ, നമ്മൾ തന്നെ പ്രത്യേകം പറയാൻ വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിക്ക് മാറ്റിയതാണ് നെയ്യ്. ഇനി ആവശ്യത്തിന് വീണ്ടും ചോറിട്ട് കൊടുക്കുന്നു. മണം വരുന്നുണ്ട് കേട്ടോ, മറ്റേ ഗരം മസാലൻ്റെ. ഓ, ആവശ്യത്തിന് ഇതാ ബാക്കിയും കൂടി ആ റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരെ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കണം. ലേശം കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഗരം മസാല ഇടും? ഇല്ല, ലേശം ഗരം മസാല ഇട്ടുള്ളൂ. അപ്പോൾ പരത്തുക. ഇനി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടി മുന്തിരി ആദ്യം നെയ്യ് ഒഴിക്കുക, എന്നിട്ട് അണ്ടി മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക അല്ലേ? വറുത്ത ഉള്ളി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ദമ്മ് അത് കണ്ടത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊന്ന് ടെമ്പറാക്കിയിട്ട് അടച്ചു വെക്കും, പരത്തിയിട്ട്. ഞാൻ ഇതിലേക്ക് വേണ്ട നെയ്യ്. ഇതിപ്പോൾ നമ്മളെ പുതിയ കുപ്പി അല്ലേ? പൊട്ടിക്കണം. ഓ മക്കളെ, പുതിയ കുപ്പി അങ്ങനെ പൊട്ടിച്ചിട്ടാ നെയ്യ്. വീഡിയോക്ക് വേണ്ടി ഇത് മക്ക് തോന വേണം. ആ നെയ്യിലാണ് അതിൻ്റെ പവർ കിടക്കുന്നില്ലേ? അതും കൂടി ഒഴിച്ചു. അങ്ങനെ നേരെ നമ്മൾ ദമ്മിടാൻ വേണ്ടിതാ അരി വെച്ചു, നെയ്യ് വെച്ചു. ഉമ്മാന്റെ തട്ടും കൂടി മേലെ പാത്രം കരിഞ്ഞിട്ടാ. ആ, ദമ്മിട്ട് ഇത് ഉമ്മാന്റെ ബിരിയാണി പാത്രം ഞങ്ങൾക്ക് എപ്പോഴും വെച്ചിരുന്നു. ചെറിയ നമ്മൾ 4 ആൾക്കാരല്ലേ ഉള്ളൂ.
അപ്പോൾ അതിന് വെക്കണ ബിരിയാണി പാത്രം അത് ഇതാ ഈ കാണുന്നത് ഇതിൻ്റെ മേലെ ഇടണം ഈ പരിപാടിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി അല്ലേ. അത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പാത്രങ്ങളിൽ മറ്റേ എന്തിൽ വെക്കുന്നവർ ഗ്യാസിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് താഴെ ചെറുതായിട്ട് സിം ഇട്ട് വെച്ചാൽ മതി അല്ലേ. അടിയിൽ തീരെ തീയിടരുതിട്ടാ. അടുപ്പത്ത് വെക്കുമ്പോ അടുപ്പത്ത് വെക്കുമ്പോ അടിയിൽ യാതൊരു കാരണവശാലും തീ വെക്കരുത്. എന്താ പറയാ ഈ പുകയില്ലാത്ത അടുപ്പാകുമ്പോഴേ നല്ല ചൂടാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം മേലെയും തീ അടിയിലും തീയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണിക്ക് പകരം എന്താ കിട്ടുക? ബിരിയാണിക്ക് പകരം നിങ്ങൾക്ക് നല്ല പിസ പോലത്തെ ബിരിയാണി കിട്ടും. താഴെയും അടിയും മേലൊക്കെ കരിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് താഴത്തു നിന്ന് ഒരു കരി ഇല്ലാണ്ട് മൊത്തം എടുത്തിട്ട് മേലൊക്കെ ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴെ വെള്ളം അല്ല അതിന്റെ മേലെ ഒരു ചെമ്പില് വെള്ളം കയറ്റി വെക്കുക. ഇതിന്റെ മേലെ ഒരു ചെമ്പില് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അമർന്ന് നിൽക്കാൻ വേണ്ടിട്ട്. ആകുമ്പോ വെള്ളം തിളച്ച ചൂടും ഉണ്ടാവും അല്ലേ. ഈ വെള്ളം ചൂടാവും തോന്നുന്നല്ലേ ഇരുന്നിട്ട്. ഓക്കെ. അപ്പൊ താഴത്തെ കരി മൊത്തം എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്ത് നേരത്തോട്ട് ഇനി ഇത് പൊട്ടിക്കലാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പൊ ഈ സാധനമൊക്കെ ഇനി പ്രശ്നമില്ല. ഈ കരി അല്ല അത് വീഡിയോയിൽ തോന്നണം. അതിലില്ല ഇല്ലല്ലേ. വേണമെങ്കിൽ എടുക്കും ഞാൻ. നമ്മൾ ഇതൊക്കെ എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ കളയും. മേലെ മാത്രം നിങ്ങൾ കരിയിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെമ്പിൽ മറ്റേ നമ്മുടെ ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ ലേശം കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് മേലെ എന്ത് ചെയ്യുക? ഒരു പാത്രം കയറ്റി വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മേലെ മൂടി വെക്കുക. താഴെ ചെറിയ സിമ്മിൽ 20 മിനിറ്റ് ഓണാക്കി വെക്കുക. ഓക്കെ. ബിരിയാണി ഏകദേശം റെഡിയായി. ഇനി പൊട്ടിക്കുമ്പോൾ കാണിച്ചാൽ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതാ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. നമ്മൾ അടുപ്പത്ത് നിന്ന് നേരെ അങ്ങോട്ട് മാറ്റി. സെറ്റായില്ലേ? കണ്ട ആ കളറൊക്കെ മേലോട്ട് കയറി വന്ന്. ഇതാണ് ദമ്മിടുമ്പോഴുള്ള ബെനിഫിറ്റ് അല്ലേ. റൈസ് വേറെയും അതുപോലെ തന്നെ മസാല വേറെ ആക്കാൻ പോകണം നമ്മൾ. സെയിം മണം. മണത്തിനടക്കം ഒരു മാറ്റവും ഇല്ലട്ടമ്മ. ദമ്മ് പൊട്ടിച്ചിട്ട് ഞാനൊരു പ്ലേറ്റിൽ നേരെ വിളമ്പിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബിരിയാണിൻ്റെ ഒരു 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 പ്രത്യേകത. ഈ മസാല ഉണ്ടല്ലോ, നല്ല മണം. അരി കരിഞ്ഞല്ലല്ലോ. ഇത് കണ്ടോ, റൈസ് നേരെ മസാല. ഒരു സ്പൂൺ തന്നെ ഇപ്പോൾ. എന്നും ഒരേ മണമാ. നേരെ ഒരു പിടി റൈസ്, അതിലോട്ട് ഒരു നൈസിലൊരു മസാല, 2 പീസ് ചിക്കൻ. കണ്ടോ, ഇതാണ് നമ്മുടെ സാക്ഷാൽ ബിരിയാണി. നല്ല മസാല, നല്ല റൈസ്, അതിൻ്റെ കൂടെ 2 പീസ് ചിക്കൻ. ഭയങ്കര ഫ്ലേവർ ആയിക്കാട്ടെ ഈ സാധനം. കിട്ടിയില്ല സാധനം അത്. കഴിക്കായിട്ട് ഞാൻ നേരെ ടേബിളിൽ കൊണ്ടേക്കട്ടെ. നോക്കാം നമുക്ക്. പാ വരി. ോട്ടെ മാഷാല്ലാ, എല്ലാ ചൂടാട്ടോ. നോക്കട്ടെ. ബിസ്മില്ലാ. ഒരു മോശമില്ല. സീൻ തന്നെ. ഇത് മസാലയും അതുപോലെ ഇത് റൈസും. ഇതിൻ്റെ അടിയിലും കുറച്ച് റൈസ് ഇരിക്കുന്നുണ്ട്. ഈ ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിക്കണ് മിന്നാൻ വേണ്ടിയിട്ട്. എന്നാൽ കഴിക്കൽ തുടങ്ങല്ലേ? എന്നാൽ വളമ്പിക്കൂടി നോക്കട്ടെ. ഉമ്മാനെ വിളിക്ക്. ഉമ്മ വരി. ഞാനിട്. ആരെ വിളിക്കണ്? ഇതാണ് നമ്മുടെ ഉള്ളിട്ടാ, നമ്മൾ പറഞ്ഞ സർലസ്. സ്നേഹം അല്ലേ. ഒരു പീസ് ഓൾറെഡി ഇട്ടിക്കണേ. എന്നിട്ട് ഒരു പീസ് ഇവിടുന്ന് ഇട്ട് കൊടുത്താലേ
കണ്ട ഈ പീസ് സ്പെഷ്യൽ ആണെന്ന് അറിയാം, അതുകൊണ്ട് അത് കൊടുക്കുക തന്നെ വേണമെന്ന്. ഇത് പിടിച്ച പറയേ എന്താണ് ഇത് കൈ പിടിക്ക്, എന്ത് പറയാ? ഇത് കയ്യിലോട്ട് പിടിക്കും ഇങ്ങോട്ട്. ആ എന്നിട്ട് എവിടെ ഞെക്കാണ്ട് ഒരു ഉരുള ചോറ് നിന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. ആ ഞെക്കാതെ നേരെ ഇവിടെ പിടിക്കും, ഫോൺ ഇവിടെ പിടിക്കും. ആ നല്ല സൗണ്ട് വരുള്ളേ, അത് മൈക്കാണേ. അത് ശരി. ഞാനിത് അത് കുഴക്കട്ടാ. ഉമ്മാക്കല്ലേ പരാതി, ആരും മറ്റേ അഭിപ്രായം പറയാറില്ല അന്ന്. ഇപ്രാവശ്യം അഭിപ്രായം ലോകം മൊത്തം കേൾക്കും. എന്താ പാട്? സൂപ്പറാ. സൂപ്പറാണ്. എന്നത്തെയും പോലെ. എന്നത്തെ പോലല്ല, ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ എന്നത്തെയും പോലെ ഉണ്ട്. നല്ല ബിരിയാണിയാണെന്ന്. അന്നെ അതിലും സൂപ്പറാ ആണല്ലേ. അപ്പം മൊബൈലാണ് കൊടുത്ത് മൈക്കാണ് കൊടുത്തപ്പോൾ തന്നെ തുടങ്ങിയ അഭിനയം. ഓ സൂപ്പറാണ്. ഞാനൊന്ന് ഇത് റിയലാണ്. റിയലാണ്. അതെ. ആ എനിക്കെന്താ ഞാനൊന്ന് തിന്നിട്ട് കാണിക്കും നോക്കട്ടെ. ഇങ്ങോട്ട് താത്തി പിടിക്കുക, നേരെ എടുക്കുക, മസാലയിലൊന്ന് കൂട്ടി കുഴക്കുക. അടുത്ത് കുടിച്ചേ, അടുത്ത് കാണുന്നുണ്ടോ? ലേശം മസാല ലേശം ഒരു മസാല ഇട്ടെന്നാണ്. പീസ് ഇന്ത്യയിലേക്ക് നമ്മൾ വിളമ്പിപ്പോൾ തോന്നിട്ടില്ല കേട്ടോ. ആ ഇതാ ഈ മസാലയാണ് ഇതിൻ്റെ. ഓ പീസ് ചിക്കൻ എടുക്കുക. അത് രസം ഉണ്ടേ, രസം വെറുതെ പറയുന്നല്ലേ. ഒരു പീസ് ചിക്കൻ എടുക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ എടുക്കുക. അതാ എപ്പോഴും അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. ഓ അങ്ങനെ ഇടുക, അടിക്കുക. കിണ്ണം ബിരിയാണി, സൂപ്പർ ബിരിയാണി. അവൻ്റെ ക്യാമറാമാൻ്റെ കൈ ഒന്ന് കയറുന്നുണ്ട്, ഇനി പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തണം ബിരിയാണി പരിപാടി. അപ്പം എങ്ങനെ അല്ല ഒരു അപ്പോത്തിന് തുടങ്ങാണ്. അപ്പോത്തിന് നോക്കി ഒരു മിന്നൽ കഴിഞ്ഞ് ഒരു പ്ലേ ഞാൻ നോക്കി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ 4 വരച്ച് കളിച്ചിട്ടുള്ളൂ. അപ്പോത്തിന് ഇവിടെ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയതാണ്. ബിരിയാണി ഉണ്ടാക്കി ഡപ്പ വരാമെന്ന് പറഞ്ഞിട്ട് സൂപ്പറായിട്ടുമ്മ. അപ്പോൾ ഇതുപോലത്തെ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അല്ലമ്മ. ഇതുപോലത്തെ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്തേ പറഞ്ഞൂടി അഭിപ്രായം പറയാം അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താ പറയുള്ളത്? സൂപ്പർ. ഇത് തിന്നാൻ സമ്മതിക്കേ. ആ എന്നാൽ ഇപ്പോൾ തിന്നോട്ടെ ഇരുന്നിട്ട്. ഇനി തിന്നോ, പോയിട്ട് വരാം. അപ്പോൾ ബൈ ഗൈസ്. മസാല മസാല ഇറച്ചില്ല. ആ ബിരിയാണി തീറ്റ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ കിടന്നുറങ്ങാനുള്ള പരിപാടി വെക്കാണ്. നാട്ടിൽ വന്നുള്ള ബെനിഫിറ്റ് ഇതാണ്. എത്ര മണിയായിമ്മ? 9:30 മണിയായി. 9:30 മണിയായപ്പോൾ തന്നെ അയാളുടെ തീറ്റ പരിപാടിയൊക്കെ കഴിഞ്ഞ് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുക, കിടന്നുറങ്ങുക. ഇതാ അടുത്ത ആള് എത്ര മണിക്കാണ് കിടക്കല്? 8:30. അപ്പോൾ 8:30 ആകുമ്പോൾ 9 മണിയാകുമ്പോഴത്തേന് ഉറങ്ങും. അപ്പോൾ ഇന്ന് 9:30 ആയി എന്നാണ് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു, ഫുൾ ബിരിയാണി തിന്ന് തീർത്തിട്ടാ. ഇനി അടുത്ത പരിപാടി നാളെ കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്, നിങ്ങൾ കണ്ടു നോക്കുക. ഫാമിലി വീഡിയോ ആണ്. ഒന്നും അങ്ങനെ പ്രതീക്ഷ ഒന്നും വെക്കേണ്ട, ഇതിൽ അധികം ഒരുപാട് കാര്യങ്ങളുണ്ടെന്നൊന്നും. പക്ഷേ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഫാമിലി പരമായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ദിസ് ഇസ് ബോയ്മൻ ഫ്രം ബോലോകം.